വയോജനങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച് വലിയൊരു ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ പഞ്ചായത്ത് തലത്തിൽ പോലും ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന സംവിധാനം മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ നമ്മളിവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ പോലും അവിടെ ഉള്ള ഇപ്പോഴത്തെ സംവിധാനങ്ങൾ വളരെ ഒരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കെയർ ഹോം പോലുള്ള സംവിധാനങ്ങൾ അവിടുത്തെ ചിലവുകൾ അതിൻ്റെ തുടർച്ച ഒക്കെ ഭയങ്കര വെല്ലുവിളിയെ നേരിടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഒരു പ്രാഥമിക ദശയിലാണെങ്കിലും ഈ ഒരു പഞ്ചായത്ത് തലത്തിലുള്ള ഈ സംവിധാനം വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വയോജനങ്ങളെ അവരെ വീട്ടിൽ പോയി പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും എന്നുള്ളത്. അടുത്തൊരു തലം എന്ന് പറയുന്നത് കെയറർ ലെവലിലാണ്. അപ്പോൾ നമ്മൾ വയോജന കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വയോജന കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ ഈ കെയർ സെക്ടർ കുറച്ചുകൂടി റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങളും ഈ പറയുന്ന നമ്മുടെ പ്രകടനപത്രികയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിലവിൽ നമ്മൾ നാട്ടിലുള്ള വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഈ ഒരു സംവിധാനം വളരെ പ്രയോജനപ്പെടുക. ഇതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന അവിടുന്ന് റിട്ടയർ ചെയ്ത ആളുകൾ കേരളത്തിൽ വന്ന് അവരുടെ റിട്ടയർമെൻറ്റ് ഇവിടെ ആക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നു. അതിനുള്ളൊരു ഒരുപാട് പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഈ റിട്ടയർമെൻറ്റ് ഹോമുകൾ കേരളത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ വലിയൊരു സാധ്യത നമുക്ക് മുന്നിൽ തുറന്നിടുന്നുണ്ട്. ഈ ഒരു സെക്ടറിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള റിട്ടയർമെൻറ്റ് ലൈഫ് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ സമാധാനപൂർണ്ണമായ സാമൂഹിക സാഹചര്യങ്ങളും ഒരുപാട് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ഇതുപോലുള്ള സംവിധാനങ്ങൾ ഇവിടെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ആലോചിച്ച് തുടങ്ങി ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അത് ഇനിയുള്ള കാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായിരിക്കുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും അവിടുത്തെ കെയർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം. അതിൻ്റെ കോസ്റ്റും പല കാര്യങ്ങളും കൊണ്ടും സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ തിരിച്ചിങ്ങോട്ട് വരുന്നതിനും ഇവിടെ റീസെറ്റിൽ ചെയ്യുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ. അപ്പോൾ അത് നമുക്ക് വളരെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള ഹോസ്പിറ്റലുകൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ പല മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഈ ഹോസ്പിറ്റലുകളിലുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളും ഒരു പക്ഷേ ഇതുപോലുള്ള വിദേശത്തുള്ള രോഗികൾക്ക് ഇവിടെ കുറച്ചുകൂടി അഫോർഡബിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ മെഡിക്കൽ ടൂറിസം എന്നുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. അത് കാലക്രമേണ അത് ഒരു പക്ഷേ ഇവിടുത്തെ രോഗികൾക്ക് അഫോർഡബിൾ അല്ലാത്ത രീതിയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവിടേക്കാണ് നമ്മൾ ഈ സർക്കാർ തലത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിയായി നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരേ സമയം നമ്മൾ മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് ഇങ്ങനെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളും പരമാവധി മെഡിക്കൽ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിനെ കൃത്യമായി റെഗുലേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ ഒരു മെഡിക്കൽ രംഗത്തുണ്ടാകുന്ന ഒരു പിഴവ് മതി ഈ മേഖലയെ ചിലപ്പോൾ പൂർണ്ണമായിട്ടും അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട്. അപ്പോൾ ആ മേഖലയും കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന വിദേശത്ത് വരുന്ന രോഗികൾക്ക് വളരെ കോൺഫിഡൻസോടുകൂടി അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവുകയും വേണം. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം വളരെ എന്താ പറയുക, നമ്മൾ ടൂറിസം പോലെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന മെഡിക്കൽ രംഗത്ത് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഇത്തരം പുതിയ നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ആകർഷണങ്ങൾ, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വിദ്യാർത്ഥികളെയും
ലോകത്തുള്ള പ്രമുഖ ടാലൻസിനെയും ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ, ഇതെല്ലാം കൂടി ഒരു നമ്മുടെ എക്കോണമിയെ ചലിപ്പിക്കുന്ന പുതിയ മേഖലകളായിട്ട് തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്.